ഉപാസന. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഉപാസനയിൽ നാം ധ്യാനിക്കുന്നത് ദിവ്യകാരുണ്യം പിശാചിനെതിരായ ശക്തമായ ആയുധം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ന് ഈ വചനം പങ്കുവെക്കുമ്പോൾ എനിക്ക് ഇരട്ടി സന്തോഷമാണുള്ളത്. അതിൻ്റെ കാരണം അമേരിക്കയിൽ കാലിഫോർണിയ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ട ഒരു പ്രദേശമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് സാക്രമെൻറ്റോ എന്നാണ്. സാക്രമെൻറ്റോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ബ്ലെസ്സഡ് സാക്രമെൻറ്റ് അഥവാ ദിവ്യകാരുണ്യം എന്നാണ്, വിശുദ്ധ കുദാശ എന്നാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്പാനിഷ് മിഷണറിമാർ ഈ ദേശത്തേക്ക് കുടിയേറിയപ്പോൾ ആയിരക്കണക്കിന് ദേവാലയങ്ങളും ആയിരക്കണക്കിന് സ്ഥലങ്ങളുടെ പേരുകൾ വിശുദ്ധരുടെ നാമത്തിലുമായി ചേർക്കപ്പെട്ടു, എഴുതപ്പെട്ടു. അങ്ങനെ ഇരിക്കെയാണ് ഈ ഭൂപ്രദേശത്തിന് സാക്രമെൻറ്റോ എന്ന പേർ കൊടുത്തത്. ദിവ്യകാരുണ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ദേശത്ത് നിന്നുകൊണ്ട് പിശാചിന് എതിരെയായ ശക്തമായ ആയുധത്തെക്കുറിച്ച്, ദിവ്യകാരുണ്യത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ലോകത്തിൽ പിശാചിനെതിരെ ദൈവം യുദ്ധം ചെയ്യാൻ തന്നിരിക്കുന്ന ഒട്ടേറെ ആയുധങ്ങളുണ്ട്. ജപമാല, അത് നമ്മൾ ശിരസിൽ അണിയുമ്പോൾ, കഴുത്തിൽ അണിയുമ്പോൾ അത് അലങ്കാര വസ്തുവാണ്. അത് കരങ്ങളിൽ പിടിക്കുമ്പോൾ അത് ശക്തമായ ആയുധമാണ്. കുരിശിൻ്റെ വഴി അനുഗ്രഹീതമായ ഒരായുധമാണ് തിന്മയ്ക്കെതിരെ. നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ തിന്മയ്ക്കെതിരെ ശക്തമായ ആയുധമാണ്. നല്ല സ്തുതിഗീതങ്ങൾ പിശാചിനെതിരെ ശക്തമായ ആയുധമാണ്. എന്നാൽ ഏറ്റവും ശക്തമായ ആയുധം മലങ്കര വിശുദ്ധ കുർബാനക്രമത്തിൽ പറയുന്നതനുസരിച്ച് ഇതാ സ്വർഗത്തിൻ്റെ തീക്കട്ടയായ, സ്വർഗത്തിൻ്റെ അഗ്നിയായ ദിവ്യകാരുണ്യമാണ്. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി ഒരു പക്ഷേ വിശ്വാസികൾ, മാനവകുലം അറിയുന്നതിനേക്കാൾ എത്രയോ അധികമായി പിശാചും അവൻ്റെ കിങ്കരന്മാരും അറിയുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ അറിയണം. സഹോദരങ്ങളെ, ലോകത്തിൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായി പിശാചിന് വേണ്ടി ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ട സ്ഥലം അമേരിക്കയിലുള്ള കാലിഫോർണിയ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. ഇന്ന് ആ സ്റ്റേറ്റിൽ ലോകത്തിലെ ഏറ്റവും അധികം സേറ്റാനിക് വോർഷിപ്പ് സെൻറ്റേഴ്സുള്ള സ്ഥലമാണ്. എന്തുകൊണ്ടാണ് ഈ പിശാച് ഇത്രയധികം ഇതിനെതിരെ യുദ്ധം ചെയ്യുന്നത്? ഇതറിയണമെങ്കിൽ ദിവ്യകാരുണ്യത്തിൻ്റെ പവർ എന്താണെന്ന് നമ്മൾ അറിയണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദിമ പെസഹ ആചരിച്ച കാലം പുറപ്പാടിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. ഇസ്രയേൽ ജനത്തിന് രക്ഷ കൈവരാനും ഇസ്രയേൽ ജനത്തെ രക്ഷിക്കാനും തൻ്റെ സ്വന്തം പ്രിയപ്പെട്ടവരെ രക്ഷിക്കാനും അല്ലാത്തവരെ നശിപ്പിക്കാനുമായി പിതാവായ ദൈവം ഒരു മരണദൂതനെ പറഞ്ഞുവിട്ടു. മരണദൂതൻ എല്ലാ ഭവനങ്ങളുടെ മുമ്പിലൂടെയും കടന്നു പോകുമ്പോൾ ദൈവം ഒരു മുന്നറിയിപ്പ് കൊടുത്തു. നിങ്ങൾ ഒരു മുട്ടാടിനെ കൊന്ന് ആ കുഞ്ഞാടിൻ്റെ രക്തം ആരുടെയെല്ലാം വാതിൽപ്പടിയിൽ തെളിക്കപ്പെടുന്നുണ്ടോ അവിടെ മരണദൂതൻ സന്ദർശിക്കില്ല. ബാക്കി എല്ലാ ഭവനങ്ങളിലും അവരെ ഛിന്ന ഭിന്നമാക്കാൻ ഈ മരണദൂതൻ കടന്നു ചെല്ലും. അങ്ങനെ തകരാമായിരുന്ന ജീവിതത്തെ വിശുദ്ധമായി അനുഗ്രഹീതമായി നേടിയെടുക്കപ്പെട്ടതാണ് ആദ്യ പെസഹ ആചരണം എന്ന് പറയുന്നത്. ഈ ആദ്യ പെസഹായുടെ 1200 വർഷങ്ങൾക്ക് ശേഷം ഇതാ ജോൺ ദ ബാപ്റ്റിസ്റ്റിലൂടെ, സ്നാപക യോഹന്നാനിലൂടെ പറയുകയാണ്, ഈശോ കടന്നു വരുമ്പോൾ ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദ ലാംബ് ഓഫ് ഗോഡ് ഹു ടേക്സ് അവേ ദ സിൻ ഓഫ് ദ വേൾഡ്. പഴയ നിയമത്തിലുടനീളം ആടുകളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ രക്തത്തിലൂടെയാണ് മനുഷ്യൻ്റെ പാപമോചനം സാധ്യമായിരുന്നത് എങ്കിൽ ഇവിടെ കുഞ്ഞാടായ യഥാർത്ഥ ആടായ യേശുവിലൂടെ, അവൻ്റെ രക്തത്തിലൂടെ മാനവകുലത്തിൻ്റെ രക്ഷ സാധ്യമാവുകയാണ്. പഴയ നിയമത്തിൽ സാധാരണയായി അവരുടെ പാപങ്ങൾക്ക് പൊറുതി കിട്ടാൻ, പാപം ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് അതിൽ നിന്ന് മോചനവും രക്ഷയും കിട്ടാൻ അവർ 2 വിധത്തിലാണ് ആടുകളെ സമർപ്പിക്കാറുള്ളത്.
ചിലപ്പോൾ അവർ ആടുകളെ സമർപ്പിക്കുമ്പോൾ പുരോഹിതർ ആടുകളുടെ മേൽ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് ആര് ആടിനെ കൊണ്ടുവരുന്നുവോ അവർ പറയുന്ന പാപങ്ങൾ പുരോഹിതൻ ആടിൻ്റെ മേൽ ആരോപിച്ചുകൊണ്ട് ആടിനെ കൊന്നുകളയും. ആടിനെ കൊന്ന് അൾത്താരയുടെ ചുറ്റും തളിക്കുന്നു. ആ ആടിനെ കൊണ്ടുവന്നിരിക്കുന്ന പാപിയായ മനുഷ്യൻ്റെ പേരും തളിക്കുന്നു. അതിലൂടെ പറയുന്നിങ്ങനെയാണ്, ഇതാ നിങ്ങളുടെ പാപങ്ങൾ മുഴുവൻ ഈ ആടിനെ കൊന്നതിലൂടെ, ഈ ആടിൽ ആരോപിച്ച് അതിനെ നശിപ്പിച്ചതിലൂടെ മുഴുവൻ തകർക്കപ്പെട്ടുവെന്ന്. രണ്ടാമതായി ചിലപ്പോഴെങ്കിലും ചെയ്യാറുള്ളത്, ആടിനെ കൊണ്ടുവരുന്നു, അവർ പറയുന്ന പാപങ്ങൾ ആടിൽ ആരോപിക്കുന്നു, അതിനുശേഷം ആടിനെ നോക്കത്താ ദൂരത്തേക്ക് മരുഭൂമിയിലേക്ക് ഓടിച്ചു വിടുന്നു. മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്ന ആടുകളെ കാണുമ്പോൾ ഈ വ്യക്തിയോട് പുരോഹിതൻ പറയും, ഇതാ കണ്ടോ, നിന്റെ ദൃഷ്ടിയിൽ നിന്നും ആട് മറയുന്നത് പോലെ നിന്റെ പാപജീവിതവും നിന്റെ മനസ്സിൽ നിന്നും നിന്റെ ഹൃദയത്തിൽ നിന്നും മാറ്റം ചെയ്യപ്പെട്ടു എന്ന്. സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ, മാനവകുലത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവസിച്ച കുഞ്ഞാടാണ് കർത്താവായ യേശുക്രിസ്തു. മാനവകുലത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ തകർക്കാൻ വിട്ടുകൊടുത്ത കുഞ്ഞാടാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് നമ്മളെല്ലാവരും അവൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. ഈ രക്തത്തിൻ്റെ വിലയായി കർത്താവ് നേടിയെടുത്ത തൻ്റെ മക്കളെ സ്വന്തമാക്കാനാണ് തിന്മയുടെ അരാജകത്വ ശക്തികൾ ശ്രമിക്കുന്നത്. ഈ രക്തം കൊടുത്ത് നേടിയെടുത്ത, രക്തം കൊടുത്ത് അതിൻ്റെ വാഗ്ദാനമായി യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്ഥാപിച്ച ദിവ്യകാരുണ്യത്തെ തകർക്കാനാണ് പിശാച് എന്നും യുദ്ധം ചെയ്യുന്നത്. അതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണം, പിശാച് മിക്കവാറും പോകുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർക്കാനല്ല, നമ്മുടെ ആരെങ്കിലും പോയി മനുഷ്യക്കുരുതി നടത്താനുള്ള അവസരങ്ങൾ ഒരുക്കുകയല്ല, മറിച്ച് പിശാച് ചെയ്യുന്നത് ബലികൾ അവസാനിപ്പിക്കുക. നമ്മൾ ഈ കാലയളവിൽ കേൾക്കുന്നുണ്ടായിരിക്കും, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിരന്തരം ദേവാലയങ്ങൾ അടയ്ക്കപ്പെടുന്നു എന്ന്. വലിയ ദേവാലയങ്ങൾ, 100 കണക്കിന് 1000 ദൈവജനം ഒന്നുചേർന്ന് പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ 7ഉം 8ഉം കുർബാനകൾ നടന്നിരുന്ന സ്ഥലങ്ങളിൽ ഇന്ന് ദിവ്യകാരുണ്യ ആരാധനകളില്ല, ജനം പള്ളിയിലില്ല. പിശാചിൻ്റെ ഏറ്റവും വലിയ ഒരു തന്ത്രമായിരുന്നു ജനത്തെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് അകറ്റുക. ചിലരെങ്കിലും ചോദിച്ചേക്കാം, ഇത് ഇത്രയും വലിയ കാര്യമാണോ എന്ന്. സഹോദരങ്ങളെ, ഇത് വലിയ കാര്യമാണ്. കാരണം ദിവ്യകാരുണ്യത്തിൻ്റെ സമയത്താണ്, അഥവാ ബലിയുടെ സമയത്താണ് സ്വർഗവും ഭൂമിയും ഒന്നു ചേരുന്നത്. സ്വർഗവും ഭൂമിയും ഒന്നു ചേരുന്ന മണിക്കൂറുകൾ ഭൂമിയിൽ നിന്ന് മാറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദുഷ്ടൻ്റെ ശക്തികൾക്ക് ഏത് വിധേനയും പ്രവർത്തിക്കാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, സത്യത്തിൽ മനുഷ്യർ, വിശ്വാസികളായ വ്യക്തികൾ ദിവ്യകാരുണ്യത്തിൽ കർത്താവിൻ്റെ കൃത്യമായ സാന്നിധ്യവും അത് പിശാചിനെതിരെയുള്ള ശക്തമായ ആയുധവുമാണെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ ഉപരി സാത്താൻ്റെ സേവകർ അത് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ദിവ്യകാരുണ്യം മോഷ്ടിച്ചു കൊണ്ടുപോയി പല വിധത്തിലുള്ള വിക്രിയകൾ നടത്തുന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പ് സാത്താൻ സേവക നടത്തുന്ന ഒരു പുരോഹിതനായിരുന്ന വ്യക്തിയുമായി ഒരു ഇൻ്റർവ്യൂ സൺഡേ ഷാലോമിന് വേണ്ടി നടത്താൻ എനിക്ക് അവസരമുണ്ടായി. അയാൾ നാളുകളായി ട്രെയിൻ ചെയ്യപ്പെട്ട് സാത്താൻ സേവകരോടുകൂടി പോയി 7-8 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അവർ സേറ്റാനിക് വോർഷിപ്പിൻ്റെ പുരോഹിതനാക്കി മാറ്റി. അദ്ദേഹം ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ്, ആരെങ്കിലും വിശുദ്ധ കുർബാന മോഷ്ടിച്ചു കൊണ്ടുവന്നാൽ അതിനെ താഴെ നിക്ഷേപിച്ച് നിലത്തിട്ട് മനുഷ്യന് ഒരു കാര്യത്തോട് ചെയ്യാവുന്ന ഏറ്റവും വികൃതമാകുന്ന വിധത്തിൽ പെരുമാറാൻ യുവതിയുവാക്കളെ പ്രേരിപ്പിക്കും. യുവതിയുവാക്കൾക്ക് കാശ് കൊടുക്കും, അവർക്കാവശ്യമുള്ള ലൈംഗികമായ വൈകൃതങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ സമ്മാനിക്കും, അവർക്ക് മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഒരു കാര്യം മാത്രം അവർ ചെയ്താൽ മതി, വിശുദ്ധ കുർബാന മോഷ്ടിച്ചു കൊണ്ടുവന്ന് അവർ ഈ സേറ്റാനിക് വോർഷിപ്പുകാരൻ്റെ പുരോഹിതൻ്റെ മുമ്പിൽ നിക്ഷേപിക്കണം. സഹോദരങ്ങളെ, നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൽ ആവസിച്ചു, അദ്ദേഹത്തെ പിടിച്ചു. അദ്ദേഹം
രൂപാന്തരീകരണത്തിന് വഴിമാറുകയാണ്, അദ്ദേഹം മാനസാന്തരത്തിന് വഴിമാറുകയാണ്. ആ സമയത്താണ് ഇദ്ദേഹം ഷാലോമിന് വേണ്ടിയുള്ളൊരു ഇൻ്റർവ്യൂ തരുന്നത്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, അബോഷൻ, കുഞ്ഞുങ്ങളെ കൊന്നുകളയുക എന്ന് പറയുന്നത് പിശാചിന് ഒരുപാട് സന്തോഷമായ കാര്യമായതുകൊണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചും പ്രഗ്നൻ്റായ ഗർഭിണികളായ സ്ത്രീകൾക്ക് അവിടെ വരാനും കുഞ്ഞുങ്ങളെ കൊല്ലാനുമായി പ്രത്യേകം ഡോക്ടേഴ്സിനെ അവിടെ ക്രമപ്പെടുത്തുമായിരുന്നു, തയ്യാറാക്കി നിർത്തുമായിരുന്നു. യുവതി യുവാക്കൾക്ക് അവർ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള മ്യൂസിക്കുകൾ കൊടുക്കാനും ഡ്രിങ്ക്സ് കൊടുക്കാനും എല്ലാ വിധത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾക്കുള്ള സാധ്യതകൾ അവർ ഒരുക്കുമായിരുന്നു. എന്നാൽ നാളുകൾ കഴിഞ്ഞു ഒരു ദിവസമാണ് അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് പൗലോസിന് ദമാസ്കസിലേക്ക് പോയപ്പോൾ ഉണ്ടായ അനുഭവം പോലെ, ഒരു പ്രകാശവട്ടം പോലെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരുന്നതും പിന്നീട് ഇന്ന് താൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിച്ച് ലോകത്തോടും ദൈവത്തോടും മാപ്പപേക്ഷിച്ചുകൊണ്ട് ആ മനുഷ്യൻ നടക്കുന്നത്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പിശാച് എന്നും വെറുക്കുന്ന കാര്യം ദിവ്യകാരുണ്യമാണ്. ദിവ്യകാരുണ്യം സ്നേഹത്തിൽ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ തകർത്ത് കളയുക ഒരു വിധത്തിലും സാധ്യമല്ല. ദിവ്യകാരുണ്യത്തിൻ്റെ മനുഷ്യരെ നശിപ്പിക്കുക പിശാചന് അസാധ്യമാണ്. ഇത് അറിഞ്ഞതുകൊണ്ടാണ് ഏതൊരു വിശ്വാസിയും ഇതിനു വേണ്ടി കൂടുതൽ വില കൊടുക്കുന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാനൊരു വായിച്ച സംഭവം ഞാൻ ഓർക്കുന്നു. ചൈനയിൽ മതപീഡനം നടക്കുന്ന സമയത്ത് 31 വർഷം ജയിലിൽ കഴിഞ്ഞ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ടാങ് എന്നാണ്. ഇദ്ദേഹം 31 വർഷമാണ് ജയിലിൽ കഴിയുന്നത്. വിശുദ്ധ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചൈനയിലെ ചാര പോലീസ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയതാണ്. ഒരു ഇരുണ്ട മുറിയിലാണ് അദ്ദേഹം ചിലവഴിക്കുന്നത്. കുളിക്കാനുള്ള അവസരമില്ല, മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള അവസരമില്ല. രോഗം വന്നാൽ ചില ചികിത്സകൾ കൊടുക്കുമെന്ന് കവിഞ്ഞ് ഒന്നും ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പറ്റുന്നില്ല. സഹോദരങ്ങളെ, 31 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് അവർ ചോദിച്ചു, എന്താണ് ഇനി ചെയ്യേണ്ടത്, എന്താണ് ഫസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്? അപ്പോൾ അവർ കരുതി സ്വന്തം ആസ്ഥാനമായ ബിഷപ്പ് മന്ദിരത്തിൽ പോകണമെന്ന് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുമെന്ന്. ചിലർ കരുതി നന്നായി ഒരു ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കാനായിട്ട് അദ്ദേഹം പറയുമെന്ന്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അതൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു വിശുദ്ധ കുർബാന ചൊല്ലി പകുതിയാക്കി നിർത്തിയിട്ടുണ്ട്, ആ കുർബാന എനിക്ക് പൂർത്തിയാക്കണം. ആ കുർബാന പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്, എനിക്ക് ഒരു കുർബാന ചെല്ലണം. സഹോദരങ്ങൾ, എന്തുകൊണ്ടായിരിക്കും ഈ മനുഷ്യൻ ഇത്ര കണ്ട് ഇതിന് മൂല്യം കൽപ്പിക്കുന്നത്? ഇദ്ദേഹത്തിന് അറിയാം, തൻ്റെ ശരീരത്തെ പീഡിപ്പിച്ചെങ്കിലും തൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയാത്ത ശക്തിയാണ് ദിവ്യകാരുണ്യമെന്ന്. ഇവർ ഇത്ര കണ്ട് 31 വർഷം തന്നെ മാനസികവും ശാരീരികവുമായിട്ട് പീഡിപ്പിച്ചെങ്കിലും തൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദിവ്യകാരുണ്യത്തിലൂടെ കത്തിച്ചു തന്ന തിരുനാളത്തെ ഊതിക്കെടുത്താൻ ഇവരുടെ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഇദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ടാണ് ഇദ്ദേഹം ഇതിന് ചേർത്ത് പിടിച്ചത്. ബൗദ്ധികമായ ലോകത്തും ഈ ദിവ്യകാരുണ്യത്തിനെതിരെ, വിശുദ്ധ കുർബാനയ്ക്കെതിരെ ശക്തമായ യുദ്ധങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ മുഴുവൻ നയിച്ചുകൊണ്ടിരുന്ന വോൾട്ടെയർ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ആസ്ഥാനമായിരുന്ന പാരീസിൽ നിന്നും നിരന്തരമായി യുവതി യുവാക്കൾക്ക് കത്തുകൾ അയക്കുമായിരുന്നു. കത്തുകളുടെ പ്രധാനപ്പെട്ട വാക്കുകൾ എങ്ങനെയാണ് കത്തിൽ സൂചിപ്പിക്കുന്നത്? ഇതാ, നിങ്ങൾ ദിവ്യകാരുണ്യത്തെ വെറുക്കുക. വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ പോകുന്നവരുണ്ടെങ്കിൽ അത് നിർത്തിക്കളയുക. അത് നിർത്തിയാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറയും, ഇതാ, നിങ്ങൾക്ക് ആ വൈദികൻ ആശീർവദിക്കുന്നതിന് മുമ്പും ആശീർവദിച്ചതിന് ശേഷവുമുള്ള അപ്പവും വീഞ്ഞും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഒരേ ഗോതമ്പിൻ്റെ ടേസ്റ്റ് അല്ലേ ഉള്ളത്, ഒരേ വൈനിൻ്റെ ടേസ്റ്റ് അല്ലേ ഉള്ളത്. അപ്പോൾ ഇത് മുഴുവൻ പൊള്ളത്തരമാണ് എന്ന് പറഞ്ഞ് പലരും എഴുതും. ഇത് എഴുതുന്ന സമയത്ത് ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ വോൾട്ടയറിന് മറുപടി എഴുതിയത് ഇങ്ങനെയാണ്: ഗുരുവേ, അങ്ങ് പറയുന്നതനുസരിച്ച് ഞാൻ ദേവാലയത്തിൽ ചെന്നു, വിശുദ്ധ കുർബാന സ്വീകരിച്ചു, എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് വെറുതെ ഗോതമ്പപ്പമാണ്, ഇതിൽ ഒരു ശക്തിയില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എന്തെന്നില്ലാത്ത ഒരു അട്രാക്ഷൻ എനിക്ക് തോന്നുന്നു, എ സ്ട്രേഞ്ച് അട്രാക്ഷൻ ടുവേഴ്സ് ദ യൂക്കറിസ്റ്റ്. എനിക്കത് മനസ്സിലാകണില്ല. എന്തെന്നില്ലാത്തൊരു അട്രാക്ഷൻ ഇതിനോട് തോന്നുന്നു.
ഉടൻ തന്നെ വോൾട്ടയർ വീണ്ടും മറുപടി എഴുതി, നീ ചെയ്യേണ്ട കാര്യം ഇതാണ്, നീ ഒരേ ദിവസം ആവർത്തിച്ച് ഇത് സ്വീകരിക്കുക. എന്നിട്ട് നീ പറയുക, ഇതിന് യാതൊരു ശക്തിയില്ല എന്ന്, യാതൊരു പവറില്ല എന്ന്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരു പക്ഷേ നമ്മളിത് പറയുന്നില്ലായിരിക്കാം, പക്ഷേ നമ്മൾ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യത്തോട് നമുക്ക് എന്തുമാത്രം വിശ്വാസമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പലരുടെയും വിശ്വാസികളുടെ പലരുടെയും ജീവിതത്തിൽ ദിവ്യകാരുണ്യത്തിന് അർഹിക്കുന്ന പ്രാധാന്യവും അതിനുള്ള പൂർണ്ണമായൊരു വിശ്വാസം അർപ്പിക്കാത്തത് കൊണ്ടാണ് ഇതിലൂടെയുള്ള ശക്തി അവർക്ക് കിട്ടാത്തത്. 1 കൊറിന്ത്യൻസ് 11-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ആദിമകാലങ്ങളിൽ കൂടുന്ന വിശ്വാസികളെക്കുറിച്ച് പറയുമായിരുന്നു. അവർ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ അപ്പം മുറിക്കും, പാനപാത്രം ഉയർത്തും. അത് അവരുടെ ശുശ്രൂഷാ ജീവിതത്തിലും സഭാ ജീവിതത്തിലും വലിയ കരുത്തായിരുന്നുവെന്ന്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കണം, ഇടയന്മാരുടെ, മെത്രാന്മാരുടെ ഒരു ഇടയലേഖനം വന്നു എന്നുള്ളത് കൊണ്ട് ഒരാൾക്കും ദിവ്യകാരുണ്യത്തിലുള്ള വിശ്വാസവർദ്ധനം ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. ദിവ്യകാരുണ്യം വർഷം ആഘോഷിച്ചാലും ദിവ്യകാരുണ്യത്തിനുള്ള സ്നേഹം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ മകനും മകളും പോയിരുന്ന് സ്നേഹത്തോടെ സ്വന്തം ഇടവക പള്ളിയിൽ ദിവ്യകാരുണ്യത്തെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ എന്ന് തയ്യാറാകുന്നുവോ അന്നു മുതൽ എന്തെന്നില്ലാത്ത ആ സ്നേഹം നിങ്ങളെ പിന്തുടരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് നിങ്ങളെ നിരന്തരം അവിടേക്ക് നയിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഇടുക്കി രൂപതയിലുള്ള നെല്ലിപ്പാറ എന്ന് പറയുന്ന ഇടവകയിൽ തങ്കച്ചൻ തുണ്ടിയിൽ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. ശാലോം ടി വിയിലൊക്കെ പ്രസംഗിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇദ്ദേഹം ഈ അടുത്തയിടെ ഒരു ചെറിയ പുസ്തകം എഴുതിയിരുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുവിൻ എന്ന് പറയുന്ന പുസ്തകമാണ്. ഒരു യാത്രക്കിടയിലാണ് ഞാൻ ഈ പുസ്തകം വായിക്കുന്നത്. വായിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ദൈവശാസ്ത്രപരമായ വലിയ വലിയ പദപ്രയോഗങ്ങളോ വലിയ വലിയ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ താൻ സ്നേഹിച്ചറിഞ്ഞ ഇടവക പള്ളിയിൽ നിരന്തരം തന്നെ കാത്തിരിക്കുന്ന ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കഥ എന്തെന്നില്ലാത്ത സ്നേഹത്തിൻ്റെ കഥയായി എനിക്ക് മനസ്സിലായി. സഹോദരങ്ങളെ, വൈദികനാകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷെ പഠിക്കാൻ പറ്റിയില്ല. 2-ാം ക്ലാസ്സിലോ 3-ാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 12 കിലോമീറ്റർ നടന്നു പോയാണ് പഠിക്കേണ്ടിയിരിക്കുന്നത്, സ്കൂളുള്ളത്. അങ്ങനെ 12 കിലോമീറ്റർ ഒരു വശത്തേക്ക് ബസ്സിന് പോകുന്നു. തിരിച്ചു വരാൻ 10 പൈസ ഇല്ലാത്തത് കൊണ്ട് പ്രൈമറി സ്കൂളിൽ വെച്ച് തന്നെ പഠനം നിർത്തിക്കളഞ്ഞു. ഇന്ന് അദ്ദേഹം ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയാണ്. തെങ്ങുകയറ്റ തൊഴിലാളിക്ക് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകാൻ പറ്റുമോ? എല്ലാ ദിവസവും ദിവ്യകാരുണ്യത്തെ സ്വീകരിക്കാനായിട്ട് പറ്റുമോ? കാരണം നല്ല വെയിൽ വരുന്നതിന് മുമ്പേ തെങ്ങ് കയറണം, എങ്കിലേ 10 രൂപ കാശ് കയ്യിൽ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ തങ്കച്ചൻ തുണ്ടിയിൽ ഇങ്ങനെ തീരുമാനിച്ചു, എത്ര റിസ്ക് എടുത്തിട്ടായിരുന്നാലും ഞാൻ ദിവ്യകാരുണ്യം മുടക്കില്ല എന്ന്. സ്വന്തം വീടിൻ്റെ സമീപത്തുള്ള പള്ളികളിൽ വിശുദ്ധ കുർബാന ഇല്ലാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട് കാലങ്ങളിൽ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്വന്തം ഇടവക പള്ളിയിൽ കുർബാനയില്ല. അദ്ദേഹം കിലോമീറ്ററുകൾ നടന്ന് വേറൊരു മലയുടെ അപ്പുറത്തുള്ള ഒരു പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞ് മടങ്ങി വരികയാണ്. മടങ്ങി വന്നപ്പോൾ മണി 11 കഴിഞ്ഞു. അപ്പോൾ കൂട്ടത്തിൽ പണിയെടുക്കുന്ന ബാക്കി തെങ്ങ് കയറ്റ തൊഴിലാളികൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ പല എണ്ണം തെങ്ങിൽ കയറി കഴിഞ്ഞു, നീ ഈ പള്ളിയിലൊക്കെ പോയി നടന്നോ? ഞങ്ങൾ പറഞ്ഞ നേരം കൊണ്ട് 2 മണി ആകുമ്പോഴത്തേനും ഞങ്ങളുടെ തച്ചിൻ്റെ പണിയെല്ലാം തീർത്ത് കാശുണ്ടാക്കി ഞങ്ങൾ പോകുമെന്ന്. തെങ്ങ് കയറ്റക്കാരന് പൈസ കിട്ടുന്നത് എത്ര തെങ്ങിൽ കയറി എന്നതിനെ അടിസ്ഥാനമാക്കിയാണല്ലോ. തങ്കച്ചൻ പറയുന്നത് ഇങ്ങനെയാണ്, 11 മണിക്കാണ് ഞാൻ തെങ്ങ് കയറി തുടങ്ങിയതെങ്കിലും മറ്റുള്ളവർ 8 മണിക്കാണ് തുടങ്ങിയതെങ്കിലും ഇതാ അവർ കയറിയതിനേക്കാൾ അധികം തെങ്ങിൽ തുടർന്ന് വന്ന 2 മണിക്കൂർ കൊണ്ട് ഞാൻ കയറി ഇറങ്ങി അവർക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ പൈസ വാങ്ങി ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങിയെന്ന്. സഹോദരങ്ങൾ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എത്രയോ സില്ലി ആയിരിക്കുന്നൊരു സംഭവമാണ് നിങ്ങൾക്ക് തോന്നിയിരിക്കാം. പക്ഷേ തങ്കച്ചൻ അത് വലുതാണ്. കാരണം പ്രൈമറി സ്കൂളിൽ വിദ്യാഭ്യാസം നിർത്തിക്കളയാൻ വിധിക്കപ്പെട്ടൊരു മനുഷ്യന് ദൈവത്തോട് ഒരുപക്ഷെ എതിർത്ത് നിന്നാൽ പോലും ദൈവത്തിന് പോലും സാധൂകരിക്കാൻ വഴിയില്ലാത്ത ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ അവൻ ഈ ദിവ്യകാരുണ്യത്തെ ചേർത്ത് പിടിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞാൽ സ്വന്തം
വരുമാനത്തിൻ്റെ സാധ്യതയെപ്പോലും ബലിയർപ്പിച്ചുകൊണ്ട് വലിയ ബലി അർപ്പിക്കാൻ വേണ്ടി അദ്ദേഹം കാൽനടയായി യാത്ര ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് അത്രയും ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നീട് ദൈവശാസ്ത്രത്തിൻ്റെ വലിയ വാക്പ്രയോഗങ്ങളുടെ ആവശ്യമില്ല നിങ്ങൾക്ക്. പലപ്പോഴും വലിയ വലിയ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഉള്ളിൽ ഒരു കാര്യവും പിടികിട്ടാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ചു തുടങ്ങുക. നിങ്ങളുടെ കുടുംബത്തിലുള്ള ഏതൊരു വിപരീതമായ സാഹചര്യത്തെയും മാറ്റിമറിക്കാൻ നിങ്ങളുടെ ഇടവക പള്ളിയിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ദിവ്യകാരുണ്യത്തിന് സാധിക്കും. ചിലപ്പോഴെങ്കിലും മനുഷ്യനേക്കാൾ പിശാചിന് ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി അറിയുന്നത് പോലെ മൃഗങ്ങൾക്കും ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി അറിയാറുണ്ട്. ഏറ്റവും നല്ലൊരു ഉദാഹരണം വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതത്തിലെ ഉദാഹരണം തന്നെയാണ്. അന്തോണീസ് വളരെ കാര്യമായ ഒരു ദിവസം ദേവാലയത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 53 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ടാകും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. ഇത് പറഞ്ഞ് കാര്യമായി അന്തോണീസ് വ്യാഖ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബൊണിവെല്ലോ എന്ന് പറയുന്നുള്ളൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഇത് എന്ത് കാര്യമാണ്? ഞങ്ങൾ വെറുതെ ഒരു ആഘോഷത്തിന് വേണ്ടി പള്ളിയിൽ വന്നതാണ്. വെറുതെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമൊന്നും പറഞ്ഞേക്കരുത്. അന്തോണീസ് പറഞ്ഞു, അല്ല, വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇതാണ് സകലതും, ഇതിനു വേണ്ടിയാണ് പൗരോഹിത്യം, ഇതിനു വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. സഹോദരങ്ങളെ, ആ സമയത്ത് എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ബൊണിവെല്ലോ പറഞ്ഞു, എങ്കിൽ 3 ദിവസം പട്ടിണിക്ക് എൻ്റെ കഴുതയെ ഞാൻ ഇടാം. അതിനുശേഷം അന്തോണീസ് ദിവ്യകാരുണ്യവുമായിട്ട് വരിക. ഞാൻ അപ്പുറത്ത് ഇതാ കുറേ പുല്ലും നന്നായി ഒരുക്കി വേവിച്ച കുറച്ച് ഓട്സുമായി തയ്യാറായിട്ട് നിൽക്കാം. എന്നിട്ട് ആരുടെ അടുത്തേക്ക് കഴുത വരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. അന്തോണീസ് ആ ചലഞ്ച് സ്വീകരിച്ചു. സഹോദരങ്ങളെ, പിറ്റേ ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ വലിയൊരു മൈതാനത്ത് അന്തോണീസ് വിശുദ്ധ കുർബാനയുമായിട്ട് നിൽക്കുന്നു. വിശുദ്ധ കുർബാനയുമായിട്ട് അന്തോണീസ് നിൽക്കുന്നു. 3 ദിവസം പട്ടിണിക്കിട്ട കഴുതയെ കൊണ്ട് ബൊണിവെല്ലോ വരുന്നു. അപ്പുറത്തെ വശത്ത് ബൊണിവെല്ലോയുടെ വേലക്കാരൻ നിർത്തിയിട്ടുണ്ട്. നന്നായിട്ട് ഒരുക്കിയ നല്ല പച്ചപ്പുല്ലും കുറച്ച് വേവിച്ച നല്ല ഓട്സുമായിട്ട്. ഇതാ ആദ്യം കഴുത വരുന്നത് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലേക്കാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ കുറച്ചുകൂടി വിശുദ്ധ കുർബാന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്തോണീസ് പറഞ്ഞു, സൃഷ്ടാവിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ് നീ എന്ന് കഴുതയെ സ്നേഹപൂർവ്വം നീ ഓർക്കുക. നീ ആദ്യം ആരാധിക്കേണ്ടത് മറ്റൊരു സൃഷ്ടിയായ പുല്ലിനെയോ ഓട്സിനെയോ വെള്ളത്തെയോ അല്ല, മറിച്ച് ആദ്യം നീ ആരാധിക്കേണ്ടതും വണങ്ങേണ്ടതും ഇതിനെയാണ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ സഹോദരങ്ങളെ, ചരിത്രത്തിൽ പറയപ്പെടുന്നത് ഈ കഴുത ആദ്യം വന്ന് ഇതിനെ വണങ്ങി. അപ്പോൾ ബൊണിവെല്ലോ അപ്പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട്, പല വിധത്തിൽ ഗോഷ്ഠികൾ കാണിച്ച് അതിനെ തിരിച്ചുവിടാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ സൃഷ്ടാവിനെ ആദ്യം തിരിച്ചറിഞ്ഞു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ സൃഷ്ടവസ്തുക്കളെ അല്ല, സൃഷ്ടാവിലേക്ക് നിങ്ങളുടെ മനസ്സും ശക്തിയും പ്രാർത്ഥനകളും എല്ലാ വിധത്തിലും ഉയർത്താൻ നിങ്ങൾക്ക് കഴിയും. ഏതെങ്കിലും വിധത്തിൽ നിത്യ പരമകാരുണികനായ ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യത്തെ വിസ്മരിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിശാചിനെതിരെയുള്ള ശക്തമായ ആയുധമായ ദിവ്യകാരുണ്യത്തെ ചേർത്ത് പിടിക്കാം എന്ന് സ്നേഹത്തോടെ തീരുമാനിക്കുക. എങ്കിൽ അനുഗ്രഹം നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. Sacrament most holy, O sacrament divine.
തിരുവോസ്തയിൽ സത്യമായി എഴുന്നള്ളുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ നേതാവും ഞങ്ങളുടെ സംരക്ഷകനുമായ യേശു ക്രിസ്തുവിനെ ഏക മനസ്സോടുകൂടി ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ മുമ്പിൽ ഞങ്ങളായിരിക്കുന്നു. കാനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള ഇസ്രായേലിൻ്റെ യാത്രയിൽ മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും വന്ന് ദൈവജനത്തെ വഴി നടത്തിയതുപോലെ തന്നെ സ്വർഗീയ ദേശത്തേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ മരണം വരെയും അതിനുശേഷവും ഞങ്ങൾക്ക് തുണയായിരിക്കുവാൻ ദിവ്യകാരുണ്യത്തെ തന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ പിതാവേ, ഈശോയുടെ നാമത്തിൽ ആയിരിക്കുന്ന സകലരെയും ഇപ്പോൾ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഭയത്തിൽ കഴിയുന്നവരെ പ്രത്യേകം ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ അർപ്പിക്കുന്നു. തിന്മയ്ക്കെതിരെയും നാരകീയമായ ശക്തികൾക്കെതിരെയുമുള്ള ഏറ്റവും വലിയ ആയുധം ദിവ്യകാരുണ്യമാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കണമേ. രോഗത്തിൻ്റെ ഭയത്തിൽ, പരീക്ഷകളുടെ ഭയത്തിൽ, അപകടങ്ങളുടെ ഭയങ്ങളിൽ എല്ലാം കഴിയുന്ന നിൻ്റെ ദൈവമക്കളെ സ്നേഹത്തോടെ ഞങ്ങൾ അർപ്പിക്കുന്നു. മരണം വരെ ഞങ്ങൾക്ക് കൂട്ടിനായുള്ള സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾക്ക് കൂട്ടിനായുള്ള ദിവ്യകാരുണ്യ യേശുവിനെ ചേർത്ത് പിടിക്കാൻ ഈ ആരാധനയിൽ പങ്കുപറ്റുന്ന മുഴുവൻ ജനത്തെയും അനുഗ്രഹിക്കേണ്ടതിനായി സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിക്കുവോളം കൂട്ടായി വരണേ സ്നേഹനാഥ യേശുവേ. മരിക്കുവോളം കൂട്ടായി വരണേ സ്നേഹനാഥ യേശുവേ. അന്നമായി, ആഹാരമായി ദിവ്യകാരുണ്യ യേശു നമ്മുടെ സമീപത്തുണ്ട്. വിശക്കുന്നവന് ഭക്ഷണമായി അവൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ പ്രാണപ്രിയൻ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട്. അവൻ നമ്മെ ബലപ്പെടുത്തും, വിശ്വാസികളെ ശക്തിപ്പെടുത്തും. വിശ്വാസത്തോടെ കർത്തൃകരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊടുത്ത് അവനിൽ നിന്ന് കൃപകൾ സ്വീകരിക്കാം. അന്നമായി ഭക്ഷിച്ചും പ്രാണനായി തീർന്നും ശ്വാസമായി തീർന്ന കാരുണ്യമേ, മരിക്കുവോളം കൂട്ടായി വരണേ സ്നേഹനാഥ യേശുവേ. സഭാ സമൂഹങ്ങളുടെ കൊച്ചു കൂട്ടായ്മകളിൽ, നമ്മുടെ ദേവാലയങ്ങളിൽ നിരന്തരം അവൻ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. പ്രഭാതത്തിലെ ബലിയിൽ നിങ്ങൾ വരുമോ എന്ന് കാത്തുകൊണ്ട്, സായാഹ്നത്തിലെ ദിവ്യകാരുണ്യ ആരാധനകളിൽ നിങ്ങൾ എത്തുമോ എന്ന് ഓർത്തുകൊണ്ട്, അവൻ ഇരിക്കുന്നത് നിന്നെ അനുഗ്രഹിക്കാൻ, അവനായിരിക്കുന്നത് നിന്നെ ചേർത്ത് പിടിക്കാൻ ഞങ്ങളെ ദിവ്യകാരുണ്യ യേശുവേ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിനവും തിരുബലി നടയിൽ എന്നെ തിരയുന്ന കാരുണ്യമേ, മരിക്കുവോളം കൂട്ടായി വരണേ സ്നേഹനാഥ യേശുവേ. ദിവ്യകാരുണ്യ യേശുവേ, ഒട്ടേറെ വിശപ്പുള്ള മനുഷ്യരാണ് ഞങ്ങൾ. ശരീരത്തിൻ്റെ വിശപ്പ്, അംഗീകാരത്തിൻ്റെ വിശപ്പ്, സ്നേഹത്തിൻ്റെ വിശപ്പ്. എന്നാൽ ഞങ്ങളുടെ ആത്മാവിലുള്ള മുഴുവൻ വിശപ്പും അകറ്റുവാൻ നിനക്ക് കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. ഓ ദിവ്യകാരുണ്യമേ, ആത്മീയമായി തകർന്നവരെ വീണ്ടും ബലപ്പെടുത്തുവാൻ, വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർക്ക് ഭോജനമാകുവാൻ നിന്റെ സാന്നിധ്യം കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആത്മാവിനുള്ളിലെ വിശപ്പു മാറ്റാൻ അപ്പമായി തീർന്നോരു
കാരുണ്യമേ മരിക്കുവോളം കൂട്ടായി വരണേ സ്നേഹനാഥ യേശുവേ. നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മുടെ കൂട്ടായിരിക്കുന്ന കർത്താവ്, നിത്യതയിൽ മുഖാമുഖം കാണുവാൻ കാത്തിരിക്കുന്ന നമ്മുടെ കർത്താവ്, അതെ, അവൻ ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്. പിശാചിനെ നമ്മൾ ഭയപ്പെടേണ്ടതായില്ല, രോഗത്തെ നമ്മൾ ഭയപ്പെടേണ്ടതായില്ല, വിപരീതമായ സാഹചര്യങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഓ, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് മതിയായവൻ, ഞങ്ങളുടെ ദിവ്യകാരുണ്യ യേശു ഞങ്ങൾക്ക് മതിയായവൻ. ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ യേശുവേ, നിന്റെ വൻ ശക്തി, വലിയ കൃപ ദൈവജനത്തിൻ്റെ മേലെ നീ ഒഴുക്കണമേ. ഹൃദയങ്ങളെ ഒരുക്കണമേ, ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ, രോഗികളെ സൗഖ്യപ്പെടുത്തണമേ, തകർന്നവരെ ആശ്വസിപ്പിക്കണമേ, കരയുന്നവരുടെ കണ്ണുനീരൊപ്പണമേ. നിന്റെ സാന്നിധ്യം നീ അറിയിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണത്തിനപ്പുറം കൂട്ടായി വരണേ സ്നേഹനാഥ യേശുവേ. മരണത്തിനപ്പുറം കൂട്ടായി വരണേ സ്നേഹനാഥ യേശുവേ. Say